ഒരു സിനിമ നല്ലതാണോ മോശമാണോ എന്നറിയണമെങ്കിൽ ആ സിനിമ മുഴുവനും കുത്തിയിരുന്ന് കണ്ടു തീർക്കണമെന്ന് വളരെ രോഷാകുലനായി ഈ അടുത്ത് ശ്രീ ഒമർ ലുലു പറയുന്നത് കണ്ടിരുന്നു. ഗോട്ട് എന്ന വിജയ് സിനിമയുടെ തുടക്കം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതും ഈ മഹത് വചനമാണ്. സിനിമയുടെ തുടക്കം തന്നെ തസ്കര വീരനിൽ മമ്മൂട്ടി സിദ്ദീഖിന്റെ മുഖംമൂടി അണിഞ്ഞു വരുന്നത് പോലെ വിജയ് ഏതാണ്ട് വിജയകാന്തിന്റെ മുഖംമൂടിയൊക്കെ ഇട്ട് വില്ലന്മാരെ പിടിക്കാൻ വരുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ആ മുഖംമൂടി കൈകൊണ്ടിങ്ങനെ വലിച്ചു മാറ്റി വില്ലന്മാരെ ഞെട്ടിക്കുന്നതാണ് വിജയുടെ ഇൻട്രോ. സത്യം പറഞ്ഞാൽ അതിലും നല്ല ഇൻട്രോ കൂടെയുള്ള കൂട്ടുകാരൻ അജ്മലിനുണ്ടായിരുന്നു. പടത്തിന്റെ തുടക്കം അത്ര ശരിയില്ലല്ലോ, ഒരു ഗുമ്മില്ലല്ലോ എന്നൊക്കെ തോന്നിയെങ്കിലും ഒമർ ലുലുവിനെ മനസ്സിൽ ധ്യാനിച്ച് മുഴുവനും കാണാനിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു ആന്റി ടെററിസ്റ്റ് വിങ്ങിൽ ജോലി ചെയ്യുന്ന 4 ചെറുപ്പക്കാരെയും അവരുടെ ഫാമിലിയെയും ഒക്കെ കാണിച്ച് പടം ഫുൾ കോമഡി വൈബാണ്. ഇവർ ഓരോ മിഷന് പുറപ്പെടുന്നു. കൂട്ടത്തിൽ ഏറ്റവും കൂളായ ഗാന്ധി എന്ന വിജയണ്ണൻ ബോംബ് പൊട്ടാൻ ഒരു സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോൾ വളരെ കൂളായി അവിടെ നിന്ന് മാറി ബോംബ് പൊട്ടുന്നത് നോക്കി മാസായി നിൽക്കും. പിന്നെ നേരെ ബാറിൽ പോയി കുടിക്കും, പാട്ടുപാടി ഡാൻസ് കളിക്കും. ഇത് തന്നെ റിപ്പീറ്റ്. മിഷന്റെ ഇടയിൽ ഗാന്ധി ഭാര്യയുടെ ഫോൺ കോൾ വന്നാൽ അത് അറ്റൻഡ് ചെയ്ത് സാമ്പാറിന് വേണ്ട തൂരപ്പരിപ്പ്, വെണ്ടയ്ക്ക ഇതൊക്കെ വാങ്ങാനുള്ള ലിസ്റ്റും ഉണ്ടാക്കും. അതായത് വിജയുടെ ഗാന്ധി ഒരു ഒന്നൊന്നര സംഭവമാണ്. ഒരു കയ്യിൽ തുവരപ്പരിപ്പ്, ഒരു കയ്യിൽ പൊട്ടാൻ തയ്യാറായി നിൽക്കുന്ന ബോംബ്. ഇത് രണ്ടും ഒരേ സമയം ഒരേപോലെ ഹാൻഡിൽ ചെയ്ത് അടുത്ത ബാറിൽ പോയി ഡാൻസ് കളിക്കുന്ന ഐറ്റം. ഇതിന്റെ ഇടയിൽ കാലപ്പഴക്കം കാരണം കൊഴിഞ്ഞുപോയ കുറേയധികം കോമഡികളുമുണ്ട്. അതുപോട്ടെ, നമുക്ക് കഥയിലേക്ക് കടക്കാം. നായകന്റെ വൈഫിന് നായകനെ ചെറിയൊരു സംശയം. രാത്രിയിൽ വീട്ടിൽ വരുന്നില്ല, പകൽ ഫോൺ ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ്, വല്ല ചുറ്റിക്കളിയും ഉണ്ടോ എന്ന്. വൈഫിന്റെ ഈ സംശയം തീർക്കാൻ നായകൻ എന്തു ചെയ്യും? പൂർണ്ണ ഗർഭിണിയായ നായികയെയും കൂടെ 5 വയസ്സുള്ള മകനെയും കൂട്ടി ഒരു ഫാമിലി ടൂർ പോലെ അടുത്ത മിഷന് പുറപ്പെടും. അതായത് വില്ലന്മാരുടെ നടുക്കിലേക്ക് ഫാമിലിയെ ഇട്ടുകൊടുക്കുമെന്ന്. ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരെയാണോ ഇങ്ങനെയുള്ള പണിക്ക് എടുക്കുക എന്ന് നമുക്ക് തോന്നും. പക്ഷെ വിജയുടെ ഗാന്ധി ഒരു മിഷൻ, അടുത്തതൊരു പാട്ടും ഡാൻസും, ഈ ഒരു ട്രാക്ക് പിടിക്കുന്ന ആളായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നും. അപ്പോഴാണ് കോമഡി പ്ലസ് മാസായ കഥയുടെ ഗതി മാറുന്നത്. ഗാന്ധിയുടെ മകനെ വില്ലന്മാർ കിഡ്നാപ്പ് ചെയ്യുന്നു. കൊന്നുവെന്ന് ധരിപ്പിച്ച് ഒരു ബോഡി കാണിക്കുന്നു. അതൊന്ന് DNA ടെസ്റ്റ് പോലും ചെയ്യാൻ നിൽക്കാതെ മകൻ മരിച്ചു എന്ന് ഗാന്ധിയും ഉറപ്പിക്കുന്നു. ഗാന്ധിക്ക് അറിയാം തനിക്കെതിരെ വില്ലന്മാർ കളിക്കുന്നുണ്ടെന്ന്. എന്നിട്ടും മരിച്ചത് മകൻ തന്നെയാണോ അതോ വേറെ ആരുടെയെങ്കിലും ബോഡിയാണോ എന്നൊന്നും നോക്കാത്ത പോലീസുകാരനായ അച്ഛൻ എന്തൊരച്ഛനാണ്. അതുപോട്ടെ, പിന്നെ അങ്ങോട്ട് സിനിമ കുറച്ചു നേരത്തേക്ക് ട്രാക്ക് ആകെ അങ്ങ് മാറുകയാണ്. സംഭവം ഇവിടെ ലോജിക്ക് പോകുന്നുണ്ടെങ്കിലും ട്രാക്ക് മാറി പോകുന്നുണ്ടെങ്കിലും കഥ കുറച്ച് വ്യത്യസ്തമാണല്ലോ, വിചാരിച്ച അത്ര ചെളിയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങും. ഇനി ഒമർ ലുലു പറഞ്ഞത് സത്യമാകുമോ? മുഴുവനും കാണാതെ വിധി എഴുതരുതല്ലോ. ആ ഒരു വിശ്വാസത്തിൽ വീണ്ടും കാണാനിരുന്നു. കഥ ട്രാക്കിലേക്ക് വന്നു. വില്ലൻ തന്റെ മകനെയും കുടുംബത്തെയും ഗാന്ധി കൊന്നതിന്റെ പ്രതികാരമായി ഗാന്ധിയുടെ മകനെ തട്ടിക്കൊണ്ടുപോയി വളർത്തി ഗാന്ധിയോട് പ്രതികാരം ചെയ്യാൻ നോക്കുന്നു. കൊള്ളാം. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ മകൻ വിജയും അച്ഛൻ വിജയും കണ്ടുമുട്ടുന്നു. മകൻ മരിച്ചിട്ടില്ല എന്നറിഞ്ഞ അച്ഛൻ വിജയ് മകൻ വിജയെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. പക്ഷെ ട്വിസ്റ്റ് ഉണ്ട്. ഈ മകൻ വിജയ് ഒരു ഹെൽമെറ്റും ഇട്ട് വന്ന് അച്ഛന്റെ കൂട്ടുകാരനെ അങ്ങ് തട്ടും. അപ്പൊ നമ്മൾ അത് ആരാ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കണം. അപ്പൊ മകൻ വിജയ് ആ ഹെൽമെറ്റ് മാറ്റും. അപ്പൊ നമ്മൾ അത്ഭുതപ്പെട്ട് ഷോക്ക് അടിച്ച് നിൽക്കണം. അതാണ് സംവിധായകൻ ഉദ്ദേശിച്ചത്. പക്ഷെ പാളിപ്പോയി. ഇവൻ ഹെൽമെറ്റും ഇട്ട് ബൈക്കിൽ വരുമ്പോഴേ മനസ്സിലാകും ഇത് നമ്മുടെ മകൻ വിജയാണെന്ന്. അല്ലാതെ ആർക്ക് നമ്മുടെ വിജയണ്ണനെ തോൽപ്പിച്ച് കൂട്ടുകാരനെ കൊല്ലാൻ കഴിയും? വിജയിയെ തോൽപ്പിക്കാൻ വേറൊരു വിജയ് അല്ലാതെ വേറെ ആരും. ഇനി ഈ DAGിനെ കുറിച്ച് ഒരു വാക്ക്. ഈ സിനിമയിൽ മകൻ വിജയ് ഒരു സൈക്കോ ആണ്. സംഭവം അത് വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു സിനിമ കാണുന്ന ഫീൽ കിട്ടിയേനെ. ഇതിപ്പോ ഏകദേശം ഒരേ മാനറിസവുമായി 2 പ്രായത്തിൽ ഒരേ ആൾ വന്ന് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നതായേ തോന്നും. ഇനി മറ്റേ വില്ലനിലേക്ക് വരാം. മറ്റേ വില്ലന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 1-2 ഡയലോഗ്സ്, പിന്നെ ഒരു വളഞ്ഞ ചിരി, ഇത്രയൊക്കെ ഉള്ളൂ. കാരണം വില്ലന്റെ മുക്കാൽ ഭാഗവും നമ്മുടെ നായകൻ വിജയ് തന്നെ തട്ടിയെടുത്ത് ഇളയ ദളപതിയായി ആറാടുകയാണല്ലോ. അങ്ങനെ എവിടെ നോക്കിയാലും വിജയ്. വില്ലൻ വിജയും നായകൻ വിജയും ഒക്കെ ചേർന്ന് അഭിനയത്തിന്റെ ഒരു മഹാസംഭവമാണ് കാഴ്ചവെക്കുന്നത്. കഥയിലേക്ക് തിരിച്ചു വരാം. വന്നത് തന്റെ മോനാണെങ്കിലും അവൻ വന്നത് ബ്രെയിൻ വാഷ്ഡ് ആയിട്ടാണ്. തന്നെയും കുടുംബത്തെയും കണ്ണീര് കുടിപ്പിക്കലാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയ ഗാന്ധി വിജയ് ഒരു നാടകം കളിക്കുന്നു. ആ നാടകം നല്ല കോമഡിയാണ്. കുട്ടി വിജയും കൂട്ടരും എവിടെയോ ബോംബ് വെച്ച് അത് വിജയുടെ തലയിലിട്ട് രാജ്യദ്രോഹിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് വിജയ്ക്ക് മനസ്സിലാകുന്നു. ഇടാൻ ഉദ്ദേശിച്ച ബോംബിന്റെ പാർട്സും നമ്മുടെ വിജയ്ക്ക് കിട്ടുന്നു. പക്ഷെ വിജയ് ആ ബോംബ് അവിടെ തന്നെ വെച്ചിട്ട് പോരും. കാരണം എന്താണെന്നോ? അവരെവിടെയാണ് ബോംബ് ഇടുന്നത് എന്ന് കണ്ടുപിടിക്കാൻ. ഭയങ്കര ബുദ്ധിയല്ലേ? എന്നിട്ട് വില്ലന് പിടികൊടുക്കും. അപ്പൊ നായകനെ കെട്ടിയിട്ട് വില്ലൻ പറയും ഞാൻ ഈ സ്റ്റേഡിയത്തിലാണ് ബോംബ് വെക്കുന്നതെന്ന്. അപ്പൊ എവിടെയാണ് സ്ഥലം എന്ന് പിടികിട്ടിയല്ലോ. നായകന്റെ ഒരു ബുദ്ധിയെ. 10,000 പേരിരിക്കുന്ന ആ സ്റ്റേഡിയത്തിന്റെ പേര് വില്ലൻ പറഞ്ഞില്ലായിരുന്നെങ്കിലോ? ബോംബ് കയ്യിൽ കിട്ടിയിട്ടും അത് എടുക്കാതെ പോകുന്ന നായകൻ ആ ബോംബ് ബ്ലാസ്റ്റും കണ്ട് നിർവൃതി അടഞ്ഞേനെ. പക്ഷെ വില്ലൻ പറയുമെന്ന് നമ്മുടെ നായകന് ഉറപ്പാണല്ലോ. അങ്ങനെ വില്ലനെ ഇടിച്ചു തെറിപ്പിച്ച് സ്റ്റേഡിയത്തിലെ ബോംബ് എടുത്തു മാറ്റാൻ നമ്മുടെ നായകൻ ഒറ്റയ്ക്ക് പുറപ്പെടുന്നു. അതെന്താ? ഇത്രയും വലിയ സ്റ്റേഡിയം അല്ലേ, ഇത്രയും മനുഷ്യരുടെ ജീവനല്ലേ, ഇത്രയും വലിയ പോലീസ് ഫോഴ്സ് ഇല്ലേ, പേരിന് ഒരു 2 ആളെങ്കിലും കൂട്ടിക്കൂടെ എന്ന് ചോദിച്ചാൽ അതിലൊരു ത്രില്ലില്ല. അവസാനത്തെ ഫൈറ്റിൽ അങ്ങനെ വേറെ ആരും ഷൈൻ ചെയ്യണ്ട, എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് മനസ്സിൽ കരുതി ഗാന്ധി ഒറ്റയ്ക്ക് പുറപ്പെടും. പിന്നെ പൊരിഞ്ഞ സംഘട്ടനമാണ്. അതിങ്ങനെ നീണ്ടുപോകും. സിനിമ 3 മണിക്കൂറാണ്. അതിൽ ഈ സംഘട്ടനങ്ങളാണെങ്കിൽ വലിച്ചു നീട്ടി അങ്ങനെ പോകും. അവസാനം മകൻ വിജയെ കൊന്ന് അച്ഛൻ വിജയ് ബോംബ് നിർവീര്യമാക്കും. ഹാവു അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആ
അതിഭീകര ട്വിസ്റ്റ് വരുന്നത്. മകൻ വിജയ് യഥാർത്ഥത്തിൽ മകൻ വിജയ് അല്ല, ക്ലോണാണ്. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയെ ഒരുപാട് ക്ലോണുകളെ നമ്മുടെ ശാസ്ത്രജ്ഞനായ മകൻ വിജയ് ഒരു പരീക്ഷണശാലയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ചാകുമ്പോൾ മറ്റേതിനെ ഇറക്കാൻ. എന്തിനാണെന്നോ? ഗാന്ധി വിജയ്ക്കെതിരെ റിവഞ്ച് ചെയ്യാൻ. ഇങ്ങനെ ക്ലോൺ ചെയ്ത് അറ്റമില്ലാതെ പോരാടി റിവഞ്ച് ചെയ്യാൻ മാത്രം ആരാണ് ഈ ഗാന്ധി വിജയ് എന്ന് ചോദിക്കരുത്. ഒന്ന് മറഞ്ഞു നിന്ന് വെടിവെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. എന്തിനാണ് ഈ ക്ലോണിംഗ് ഒക്കെ? ഈ സിനിമയിലെ മാസ് ഡയലോഗുകളെ കുറിച്ച് കൂടി പറയാനുണ്ട്. ഗാന്ധി എപ്പോഴും ഫാദർ ഓഫ് നേഷൻ ആട എന്ന് വില്ലനോട് ഗാന്ധി വിജയ് പറയുന്നതാണ് ഒരു മാസ് ഡയലോഗ്. നായകന് ഗാന്ധി എന്ന പേര് വെച്ചത് ഈ മാസ് ഡയലോഗ് പറയാനാണെന്ന് തോന്നുന്നു. എ ലയൺ ഈസ് ഓൾവേസ് എ ലയൺ എന്നതാണ് അടുത്തത്. വയസ്സായാലും ഗാന്ധി പവർഫുൾ ആണെന്ന് കാണിക്കാനാണ് ആ ഡയലോഗ്. വയസ്സായാൽ ആരോഗ്യം നശിച്ച് പട്ടിണി കിടന്ന് ചാകാനാണ് പല സിംഹങ്ങളുടെയും വിധി എന്നോർക്കുമ്പോഴാണ്. പിന്നെ ഗാന്ധി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് എന്ന പേരൊക്കെ വെച്ച് ചില വധം കോമഡികളൊക്കെ ഉണ്ട് സിനിമയിൽ. മൊത്തത്തിൽ നോക്കിയാൽ ഡി ഏജിംഗ് എന്ന സാങ്കേതിക വിദ്യയിൽ മാത്രം ശ്രദ്ധ കൊടുത്തുണ്ടാക്കിയ ബിലോ ആവറേജ് തിരക്കഥയുള്ള മേക്കിംഗ് അത്ര പോരാത്ത 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമയാണ് ഗോട്ട്. അതും പോരാഞ്ഞ് സിനിമയ്ക്ക് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന പേരും പിന്നെ അസ്ഥാനത്ത് വന്ന് വെറുപ്പിക്കുന്ന പാട്ടുകളും. അതിനിടയ്ക്ക് വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടുള്ള കഥയുമായി ഒരു ബന്ധവുമില്ലാത്ത ചില പുന്നാരങ്ങളും സിനിമയിലുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഗോട്ട് എന്ന സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.